ഹലോ ഗൈസ്, സെൻട്രൽ ബ്ലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഓണം പ്രമാണിച്ച് നമ്മുടെ ലുലു മാളിൻ്റെ അടുത്തായിട്ട് നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം തുടങ്ങിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഓഗസ്റ്റ് 23 മുതൽ ഒക്ടോബർ 2 വരെയാണ് ഇവിടെ ഈ ഷോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈം വന്നിട്ട് വർക്കിംഗ് ഡേയ്സിൽ 2 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. പിന്നെ ഹോളിഡേയ്സിലാണെങ്കിൽ ഇവിടെ രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി പാസിൻ്റെ റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 120 രൂപയാണ് ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടിക്കറ്റ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഈ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൻ്റെ അകത്ത് നമുക്ക് വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഈ ജയൻറ്റ് വീൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. പിന്നെ എക്സോട്ടിക് ആനിമൽസിനെയൊക്കെ നമുക്ക് എടുത്ത് വെച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ പറയുന്നതായിരിക്കും. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം കാണുന്നത് നമുക്ക് ഇതേപോലെ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളും അതുപോലെ വെറൈറ്റീസുള്ള കുറേ മീനുകൾ നമുക്ക് ഇവിടെ നിന്ന് ആദ്യം കാണാവുന്നതാണ്. ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് കണ്ട് പോകുമ്പോൾ തന്നെയാണ് നമുക്കിവിടെ മെയിനായിട്ടുള്ള നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൻ്റെ ആ ഒരു കാഴ്ച കാണുന്നത്. ഇതാണ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വ്യൂ. ഇതാണ് നല്ല കുഞ്ഞു കുഞ്ഞു കുറേ കുട്ടി കുട്ടി മീനുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ നമുക്ക് ഈ വർക്കിംഗ് ഡേയ്സിലായാലും ഹോളിഡേയ്സിലായാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കിടിലായിട്ട് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം നല്ല കിടിലം സംഭവങ്ങളൊക്കെയാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലം സ്പോട്ടാണ് നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം അവർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ആ മീനിൻ്റെ കാഴ്ചകളും പിന്നെ നമ്മുടെ എക്സോട്ടിക് ആനിമൽസിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും അവർക്കൊക്കെ. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് വീട്ടിൽ ആവശ്യത്തിനായിട്ടുള്ള നമുക്ക് ഹോം അപ്ലയൻസും പിന്നെ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഞാൻ പോയതൊരു ഉച്ച സമയമായതുകൊണ്ടാണ്, കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത്. നല്ല കിടില രീതിയിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. എല്ലാവരും ആ ടൈമിലൊക്കെ നോക്കി പോകുമ്പം ഇതേപോലെ നമുക്ക് നല്ല കിടിലായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഇവിടെ വരുന്നവരൊക്കെ നല്ല രീതിയിൽ എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ അണ്ടർ വാട്ടറിൻ്റെ അകത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കാണാൻ തന്നെ, ഈ കളർ ഫിഷസിനൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യാൻ നോക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. അങ്ങനെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൻ്റെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് കുറച്ചും കൂടി മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ വേറെയും കുറേ മീനിൻ്റെ ഒരു സെക്ഷനാണുള്ളത്. നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം ബാക്കി കാഴ്ചയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ മീനിൻ്റെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടാവശ്യത്തിനായിട്ടുള്ള കുറേ സോഫയും മെത്തയും അങ്ങനത്തെ സെക്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്കിതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നല്ല നല്ല കിടിലം ക്വാളിറ്റിയുള്ള കുഷൻസും ബെഡ്സൊക്കെയാണ്. അത് നമ്മൾ കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അടുക്കള ആവശ്യത്തിനായിട്ടുള്ള കുറേ അരിപ്പ്, കത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയ ബുക്ക് സെക്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കുറേ കോമിക്സ് ബുക്കുകളുണ്ട്. പിന്നെ പഠിക്കേണ്ട ബുക്ക് അങ്ങനത്തെ ധാരാളം ബുക്ക് കളക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല നമുക്കിവിടെ ഈ ഫ്രഷ് ആയിട്ടുള്ള ഈ അലുവ, പിന്നെ ലേഡീസിന് പറ്റിയ മാല, കമ്മൽ അങ്ങനത്തെ സെക്ഷൻസ് നമുക്കിവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നൈറ്റീസ്, ചുരിദാർസൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം.
കാഴ്ചകൾ കണ്ടതിന് ശേഷം കുറച്ചും കൂടെ മുമ്പിലോട്ട് പോകുമ്പോഴാണ് നമുക്കിവിടെ എക്സോട്ടിക് പെറ്റ് ഷോ ഉള്ളത്. ഈ പെറ്റ് ഷോ വന്നിട്ട് വൈകുന്നേര സമയത്താണ് ഇവിടെ ഇത് ഷോ ആക്റ്റീവ് ആവുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 30 രൂപയാണ് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ്. പിന്നെ നമുക്ക് ഇഗ്വാനയും പൈത്തനൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് റേറ്റ് കൊടുക്കണം. അതിന് ഷോ ഉള്ള സമയത്തായിരിക്കും അതൊക്കെ അവർ അവൈലബിൾ ആയിട്ടുള്ളത്. ഷോ ഉള്ള സമയത്ത് നമുക്ക് ഒരു പൈത്തനെയും ഒരു ഇഗ്വാനൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ഒരു 100 ആ റേഞ്ചിലൊക്കെയാണ് അവിടെ റേറ്റ് ആവുന്നത്. അല്ല നമുക്കിതൊക്കെ കയറി കാണാനായിട്ട് നമുക്ക് വേറെ 30 രൂപയാണ് ആവുന്നുള്ളൂ. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. ഇവിടുന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സ്റ്റേജ് കാണാം. ഈ സ്റ്റേജിൽ നിന്നായിരിക്കും നമുക്ക് എക്സോട്ടിക് പെറ്റ്സ് പറ്റി നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അത് ഈവനിങ് ടൈമിലായിരിക്കും ഇത് ആക്റ്റീവ് ആവുന്നത്. അതിന് നേരെ ഫ്രണ്ടിലായിട്ട് നമുക്കിവിടെ ഒരു ഫുഡ് കോർട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ജെയിൻറ്റ് വീലും അങ്ങനത്തെ സെക്ഷൻസ് ഉള്ളത്. അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ചകൾ. ഇപ്രാവശ്യത്തെ ഓണാഘോഷം നിങ്ങൾ ട്രിവാൻഡ്രത്ത് വെച്ച് ആഘോഷിക്കുകയാണെങ്കിൽ ഈ അണ്ടർ വാട്ടർ അക്വാ ടണലും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കും. നല്ല കിടിലൻ സ്പോട്ടായിരിക്കും. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്പോട്ടാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.